കൊടുങ്ങല്ലൂർ കൽപ്പകയെന്ന് ഈ അടുത്ത് വാങ്ങിച്ചതാണ് ഈ നൈറ്റ് വെയർ. മീഡിയം ഇല്ലാത്ത കാരണം എക്സൽ ആണ്ട്ടാ ഞാൻ അന്ന് എടുത്തത്. അതിന്റെ ബുദ്ധിമുട്ട് കാണാനുണ്ട്. ഇതിന്റെ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി കിടക്കണാണ്ടില്ലേ, ഒരു 1.5 ഇഞ്ചെങ്കിലും ഷോൾഡർ കൂടുതലാണ് അല്ലേ. സാധാരണ കൈ വെച്ചിട്ട് ഷോൾഡറൊക്കെ കട്ട് ചെയ്ത് വെക്കാറില്ല. ഇനി മുതൽ ഷോൾഡർ കട്ട് ചെയ്യേണ്ട അല്ലാതെ തന്നെ ഒരു ഐഡിയ ഉണ്ട്, പറഞ്ഞുതരാം. എത്രയാണോ ഷോൾഡർ കുറയ്ക്കേണ്ടത് അവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ താഴേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്കുള്ള ലെങ്ത്ത് ഞാനൊരു 5 ഇഞ്ച് എടുക്കുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആം ഹോൾ മൊത്തം ഇതേപോലെ തുന്നി കൊടുക്കാം. ഞാൻ ഇവിടം വരെ ചെയ്യണുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ബാക്ക് വശത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. നൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് ഇത്തിരി ലൂസ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കഷ്ടമൊക്കെ ലൂസ് ആണെങ്കിൽ അവിടെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇനി സൂചി നൂല് കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഉള്ളിൽ നിന്നും ഇതേപോലെ കുത്തി പുറത്തേക്ക് എടുക്കുക. ഇനി ആ ലൈൻ വരച്ചേക്കണേൻ്റെ അവിടെ ഇതേപോലെ ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ സൈഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ വെച്ചേക്കണേൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോകരുത്. ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ അടുപ്പമേ കൂടി തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അടുത്തടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനെയാണ് ലാഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ തലവണ കവറുമൊക്കെ നമ്മൾ ചെയ്യില്ലേ, അതേപോലത്തെ സ്റ്റിച്ച്. ആദ്യമേ നൂല് വലിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യരുത്. ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ ഇതേപോലെ പതുക്കെ വലിച്ചു കൊടുക്കുക. സ്റ്റിച്ച് പൊട്ടിപ്പോകരുത് കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് സ്റ്റിച്ച് ലൂസാണോ ഫിറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ആ സ്റ്റിച്ച് ഇതേപോലെ തന്നെ ബാക്ക് വശത്തേക്ക് തന്നെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ആദ്യമേ നമ്മൾ ലൈൻ വരച്ചാൽ അതെന്തായാലും ചെയ്യണം, എന്നാൽ ആ ലൈനിൽ കൂടി നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വലിയ വലിയ സ്റ്റിച്ചിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ സ്റ്റിച്ചായിട്ട് മാറും. ഈ സമയത്ത് നൂല് വലിച്ചെടുക്കാതെ നല്ല ലൂസായിട്ട് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കണ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിലും കുറച്ചും കൂടി വലുതായിട്ട് വേണം എടുക്കാനായിട്ട്. ഏറ്റവും അവസാനം ഇതേപോലെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതേപോലെ പിടിച്ചു വലിക്കുക. അതിന് ശേഷം വേണം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് അത് കെട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ച് നമ്മുടെ സ്റ്റിച്ച് ഒന്ന് ഭംഗിയാക്കിയൊക്കെ കൊടുക്കാട്ടോ. വെള്ള നൂലായതുകൊണ്ടാണ് പുറത്തേക്ക് കാണുന്നത്, സെയിം കളറാണെങ്കിൽ കാണില്ല. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഉള്ളിൽ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണെങ്കിലും ഇത് വലിച്ചെടുക്കുമ്പോൾ ഈ നൂലിൻ്റെ ബലം പോലെ ഇരിക്കും കേട്ടോ. ഡബിൾ സ്റ്റാൻഡായിട്ട് ചെയ്തോട്ടാ. അതിനുശേഷം കണ്ടില്ലേ, വലിച്ചെടുക്കുമ്പോൾ പുറത്തൊക്കെ കാണാത്ത രൂപത്തിൽ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ വലിച്ചെടുക്കുക. ഉൾഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് കാണാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ സെയിം കളറിലെ നൂലിട്ടിട്ട് ഒന്ന് ചെയ്തതും കൂടി കാണിച്ചു തരാട്ടാ. ഈ സൈഡിൽ ഞാൻ ഇതേപോലെ സെയിം കളറിലെ നൂലിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിച്ചിങ് മെത്തേഡൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ ആ ലൈൻ വരച്ചു കൊടുക്കുന്നതും പിന്നെ ഇതേപോലെ പിടിച്ചു വലിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നതും പോലെ ഇരിക്കും നമ്മുടെ ഷോൾഡറിൻ്റെ ഭംഗി. 2 സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് പിടിച്ചു വലിക്കാം, പക്ഷെ കാണാനായിട്ടൊരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതേപോലെ ഒരുമിച്ച് പിടിച്ച് വലിക്കുന്നത്. ഇനി ആ സൈഡും കൂടി ചെയ്തിട്ട് നമ്മുടെ ഷോൾഡർ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പച്ച കളറിലെ നൂലായതുകൊണ്ട് കാണാൻ പറ്റില്ല കേട്ടോ. വെള്ള കളറാകുമ്പോൾ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്കൂൾ തുറന്ന സമയമല്ലേ, കുട്ടികളുടെ യൂണിഫോമൊക്കെ ഇതേപോലെ ഷോൾഡർ വലുതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. ആദ്യം കണ്ടില്ലേ ഷോൾഡർ ഇതേപോലെ ഇറങ്ങി കിടക്കണത്, പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോൾഡർ നല്ല ടൈറ്റായിട്ട് നല്ല ഷർട്ടിൻ്റെ പോലെ വന്നിട്ടുണ്ട്. ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.